അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന പീഠത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചു. വിവിധ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൂജകളിൽ പാലക്കാട് നിന്നുള്ള സുനിൽ ദാസ് സ്വാമികളും പങ്കെടുത്തു. അയോധ്യയിൽ രാമക്ഷേത്രത്തിന് മുൻപിൽ നിന്നുള്ള റിപ്പോർട്ട്. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. രാംലല്ല പ്രതിഷ്ഠിതനാകുന്ന ശ്രീകോവിലിൽ പീഠത്തിലുള്ള പൂജാകർമ്മങ്ങൾ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ മറ്റു പ്രത്യേക പൂജകളും നടക്കും. കേരളത്തിൽ നിന്ന് ഈ പീഠപൂജയിൽ പങ്കെടുക്കുന്നത് പാലക്കാട് നിന്നുള്ള സുനിൽ ദാസ് സ്വാമികളാണ്. നമസ്കാരം. ഈ അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠിതനാകുമ്പോൾ അതിന്റെ പീഠപൂജകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തെല്ലാം തരത്തിലുള്ള പൂജകളാണ്, അതിൽ ഏതെല്ലാം ആചാര്യന്മാരാണ് പങ്കെടുക്കുന്നത്? അതായത് ഈ ഭഗവാൻ ഇരിക്കുന്ന പീഠം 22-ാം തീയതിയാണ് പ്രാണപ്രതിഷ്ഠ. അതിനു മുന്നോടിയായി ഇന്നലെ 14-ാം തീയതി പൊങ്കൽ തുടങ്ങുന്ന സമയത്ത് കാലത്ത് ഇവിടുത്തെ ശ്രീരാമ ജന്മഭൂമി സുപ്രീം കോടതിയുടെ പ്രത്യേകം നിയോഗിച്ച ട്രസ്റ്റി മഹന്ത് ദിനേന്ദ്രദാസ് 5 ജനറേഷനായിട്ടുള്ള ആചാര്യൻ സത്യേന്ദ്രദാസ്, ഞങ്ങൾ അഞ്ച് പേർക്ക് ആണ് ഭഗവാന്റെ കൃപ കൊണ്ട് പെർമിഷൻ കിട്ടിയത്. ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന പീഠത്തിനാണ് ഇന്നലെ പൂജ. അതിൽ മഹാമന്ത്രങ്ങൾ പറഞ്ഞ് ഭാരതത്തിലെ പുണ്യനദികളായ ഗംഗൈവ ചൈവ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി അതിലെ തീർത്ഥജലങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ട് സങ്കല്പ പൂജയാണ് ഇന്നലെ 14-ാം തീയതി തൊട്ട് തുടങ്ങിയത്. ഇനിയുള്ള 9 ദിവസം 14 to 21 വരെയും ഡെയിലി ദിവസവും ആ പീഠത്തിലാണ് പൂജകൾ. പ്രാണപ്രതിഷ്ഠ ദിവസമാണ് ശ്രീരാമ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത്, ബാലശ്രീരാമനെ. അതിനു മുന്നോടിയായിട്ട് എല്ലാ ദിവസവും ശ്രീരാമ ആരതി നടക്കുന്നുണ്ട് വിഗ്രഹത്തിന്. ഇപ്പോൾ വന്ന് പീഠത്തിനുള്ള പൂജകളാണ് തുടങ്ങിയിരിക്കുന്നത്. രാംലല്ലയുടെ വിഗ്രഹത്തിൽ ഇപ്പോൾ മൈസൂരുവിലാണ്, മൈസൂരു സ്വദേശിയാണ് പുതിയ വിഗ്രഹം കൊത്തിയെടുത്തിട്ടുള്ളത്. ആ വിഗ്രഹത്തിൽ എന്നു മുതലാണ് ഈ പ്രത്യേക ആരതികൾ, അർച്ചനകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? അർച്ചനകൾ തുടങ്ങിക്കഴിഞ്ഞു. ആ വിഗ്രഹത്തിന് ആരതിയും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ പീഠത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള ആചാരങ്ങളിൽ ശേഷം മാത്രമേ വയ്ക്കുള്ളൂ. പക്ഷെ അർച്ചനയുണ്ട്, അർച്ചനയും ദീപാരാധനയും 5 നേരം നടക്കുന്നു. ഈ പ്രാണപ്രതിഷ്ഠയിൽ അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു പൂജാ ക്രമീകരണങ്ങൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണ് അന്നത്തെ ദിവസത്തെ പൂജാ ക്രമീകരണങ്ങൾ? സാധാരണ പ്രാണപ്രതിഷ്ഠയ്ക്ക് ട്രഡീഷണലായിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ധർമ്മത്തിന് അനുസ്മൃതമായിട്ടാണ് പ്രാണപ്രതിഷ്ഠ. മുഖ്യ തന്ത്രി തൻ്റെ പ്രാണനെ പ്രതിഷ്ഠ ചെയ്യുകയാണ്. അതേ ചിട്ടയാണ്, അതിലെ ഒരു ആചാരത്തിനും വ്യത്യാസമില്ല. നമ്മുടെ ഭാരതത്തിൽ നിയമിച്ചിട്ടുള്ള നിയമപ്രകാരമുള്ള എല്ലാ ക്ഷേത്രങ്ങളും നടത്തുന്ന പ്രാണപ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അയോധ്യയിൽ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പീഠപൂജയും വരും ദിവസങ്ങളിൽ ഈ രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പൂജകളും ഉണ്ടാകും. ഒപ്പം 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ഭാരതത്തിൻ്റെ ഈ ആചാരക്രമം അനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതിന് സമാനമായി അതേ ചിട്ടകളോടുകൂടി തന്നെ നടക്കും എന്നുള്ളതാണ് ഈ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള സുനിൽ സ്വാമി വ്യക്തമാക്കിയിട്ടുള്ളത്. അയോധ്യയിൽ രാമക്ഷേത്രത്തിന് മുൻപിൽ നിന്നും വിവേക് നേമത്തിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.